വീണ്ടും ആവർത്തിക്കുന്ന ചതി, വീണ്ടും തച്ചുടയ്ക്കപ്പെടുന്ന മലയാളി സ്വപ്നങ്ങൾ. BCCIക്ക് മലയാളികളോട് എന്തിനാണിത്ര പക? ദുലീപ് ട്രോഫിക്കുള്ള സൗത്ത് സോൺ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് ലഭിച്ചത് വീണ്ടും നിരാശയും കടുത്ത അമർഷവുമാണ്. യുവതാരം തിലക് വർമ്മയെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ച ടീമിൽ സഞ്ജു സാംസൺ അടക്കമുള്ള ഒരൊറ്റ മലയാളി താരത്തിനു പോലും ഇടം നൽകിയില്ല. ഇപ്പ എങ്ങനെ ഇരിക്കണ് എന്ന പരിഹാസ ചോദ്യം ഓരോ മലയാളി പ്രേക്ഷകന്റെയും ഉള്ളിലെ സങ്കടത്തിന്റെ നേർചിത്രമായി മാറുകയാണ്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തെളിയിച്ചിട്ടും സഞ്ജുവിനെ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നുപോലും വെട്ടിനിരത്തുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം താരങ്ങൾ ഇങ്ങനെ വൻതോതിൽ തഴയപ്പെടുമ്പോഴും മിണ്ടാതിരിക്കുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCA എന്തിനാണ് പ്രവർത്തിക്കുന്നത്? BCCIയുടെയും KCAയുടെയും കണ്ണു തുറപ്പിക്കുന്ന ആ അന്യായ കഥകളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു മലയാളി താരം നേരിടുന്ന ഏറ്റവും വലിയ അവഗണനയുടെ പര്യായമായി സഞ്ജു സാംസൺ മാറിയിട്ട് കാലങ്ങളേറെയായി. അന്താരാഷ്ട്ര തലത്തിൽ കിട്ടുന്ന ചുരുങ്ങിയ അവസരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കുന്നത് നമ്മൾ കണ്ടതാണ്. ദേശീയ ടീമിലേക്കുള്ള വാതിലുകൾ അന്യായമായി കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ കുറഞ്ഞപക്ഷം ആഭ്യന്തര ക്രിക്കറ്റിലെങ്കിലും സഞ്ജുവിന് അർഹമായ പരിഗണന ലഭിക്കുമെന്ന് വിശ്വസിച്ചവർക്കാണ് ദുലീപ് ട്രോഫിയിലെ ഈ പുതിയ തിരിച്ചടിയേറ്റത്. തിലക് വർമ്മയെ പോലൊരു യുവതാരത്തിന് ക്യാപ്റ്റൻസി വരെ നൽകുമ്പോൾ അനുഭവസമ്പത്തും ഫോമുമുള്ള സഞ്ജുവിനെ സ്ക്വാഡിൽ പോലും ഉൾപ്പെടുത്തിയില്ല. സഞ്ജുവിന് മാത്രമല്ല, ആഭ്യന്തര തലത്തിൽ വൻ പ്രകടനം പുറത്തെടുക്കുന്ന മറ്റു കേരള താരങ്ങൾക്കും സൗത്ത് സോൺ ടീമിൽ ഇടം നൽകിയില്ല എന്നത് BCCIയുടെ ഭാഗത്തുനിന്നുള്ള തികഞ്ഞ അനീതി മാത്രമാണ്. ഇത് സഞ്ജു സാംസണിന്റെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ സിസ്റ്റം എങ്ങനെയാണ് കേരള കളിക്കാരോട് പെരുമാറുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. തമിഴ്നാടും കർണാടകയും ഹൈദരാബാദുമൊക്കെ തങ്ങളുടെ കളിക്കാർക്കായി ലോബി ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് എത്ര മികച്ച പ്രകടനം നടത്തിയാലും സൗത്ത് സോൺ ടീമിലേക്ക് എത്തുമ്പോൾ മലയാളികൾ വെട്ടിനിരത്തപ്പെടുന്നു. ആഭ്യന്തര ടൂർണമെന്റുകളിൽ സെഞ്ചുറിയും 5 വിക്കറ്റുകളും അടിച്ചുകൂട്ടുന്ന കേരള താരങ്ങൾക്ക് ഇന്ത്യ A ടീമിലോ സൗത്ത് സോൺ ടീമിലോ പോയിട്ട് ഒരു ക്യാമ്പിൽ പോലും അവസരം നൽകുന്നില്ല. കഴിവ് തെളിയിച്ചിട്ടും അർഹമായ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ കേരളത്തിൽ നിന്ന് ഇനിയൊരു താരം ഇന്ത്യൻ കുപ്പായത്തിൽ തിളങ്ങുന്നത് BCCIക്ക് കണ്ടുനിൽക്കാൻ കഴിയില്ലേ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആരാധകരുടെ അത്യധികം അമർഷവും രോഷവും തിരിയുന്നത് BCCIക്ക് നേരെ മാത്രമല്ല, നമ്മുടെ സ്വന്തം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCAക്ക് നേരെ കൂടിയാണ്. സ്വന്തം താരങ്ങൾ ഇത്രത്തോളം അന്യായമായി തഴയപ്പെട്ടിട്ടും അതിനെതിരെ ഒരക്ഷരം മിണ്ടാനോ BCCIയോട് ശക്തമായി ചോദിക്കാനോ KCA ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ആക്ഷേപം. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനും കളിക്കാരെ ഭീഷണിപ്പെടുത്താനും മുന്നിൽ നിൽക്കുന്ന KCA തങ്ങളുടെ താരങ്ങൾ നീതികേട് നേരിടും എവിടെ പോകുന്നു? മറ്റ് സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾ തങ്ങളുടെ താരങ്ങൾക്കു വേണ്ടി BCCIക്കു മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുമ്പോൾ KCA മാത്രം തികഞ്ഞ മൗനത്തിലാണ്. സ്വന്തം താരങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത KCA പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന മലയാളി ആരാധകരുടെ ചോദ്യം തികച്ചും ന്യായമാണ്. വർഷങ്ങളായി തുടരുന്ന ഈ അനീതിക്ക് ഒരു അന്ത്യമില്ലേ? ഒരു മലയാളി താരം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിലെത്താൻ എത്രമാത്രം പ്രതിസന്ധികൾ മറികടക്കണം? സഞ്ജു സാംസനെ എത്രത്തോളം ഒതുക്കാൻ നോക്കിയാലും അദ്ദേഹം തന്റെ കഠിനാധ്വാനം കൊണ്ടും ദൈവാധീനം കൊണ്ടും വീണ്ടും വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും വൻശക്തികൾ വാതിലുകൾ കുട്ടിയടയ്ക്കുമ്പോൾ ഒരു കായിക താരത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് BCCIയോ KCAയോ ചിന്തിക്കുന്നില്ല. തുടർച്ചയായി കേരള താരങ്ങൾ നേരിടുന്ന ഈ കടുത്ത അവഗണനയ്ക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തിയേ മതിയാകൂ. നീതി ലഭിക്കുന്നതുവരെ മലയാളി ആരാധകരുടെ ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. കൂട്ടുകാരെ, ദുലീപ് ട്രോഫിയിൽ സഞ്ജുവിനെയും മറ്റു കേരള താരങ്ങളെയും തഴഞ്ഞ സൗത്ത് സോൺ സെലക്ഷനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? KCAയുടെ ഈ മൗനത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? BCCI കാണിക്കുന്ന ഈ വിവേചനം അവസാനിക്കേണ്ടതല്ലേ? നിങ്ങളുടെ അമർഷവും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തുക. സഞ്ജു സാംസൺ എന്ന നമ്മുടെ സ്വന്തം മലയാളി താരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾക്കും വാർത്തകൾക്കുമായി നമ്മുടെ സ്പോർട്സ് പിക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നന്ദി.